ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിൽ എന്ന അതിമനോഹരമായ ടൂറിസ്റ്റ് ഏരിയയിലാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ ഒരു പ്രൈവറ്റ് വില്ലയിൽ സ്റ്റേ ചെയ്യാൻ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മഴക്കാലവും ഇതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അനുശോചമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. മൊത്തം ചെറിയൊരു മഞ്ഞും മഴയും ഒക്കെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു മഴ കഴിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. എന്നാലും നമ്മളിൽ ചെല്ലുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. ഇവിടുത്തെ മുറ്റം മുഴുവനും അവർ ചിപ്സ് വിതറിയിരിക്കുകയാണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്ക് തന്നെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അതിമനോഹരമായ സ്ഥലങ്ങളാണ്. ചെറിയ ഗാർഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിന് മുറ്റത്തേക്കാണ് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് നമുക്കിപ്പോൾ മഴയാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങി പിള്ളേർക്ക് ഓടിക്കളിക്കുന്നതിനും നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിനും ചെറിയ പ്രശ്നമൊന്നുമില്ല. പാർക്കൊക്കെ ആണെങ്കിൽ അതിമനോഹരമായി ചെയ്തിരിക്കും. പല തരത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള സാധനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഊഞ്ഞാലും നമുക്ക് ഊർന്ന് കളിക്കാനുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീടിനെ കുറിച്ച് പറയുവാണെങ്കിലും 3 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ നമുക്ക് ഗെയിംസ്, ചെറിയ ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള കളിക്കാനുള്ള ഏരിയ, അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണെങ്കിലും ഇതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ കൂടുതൽ ആൾക്കാരും വരുന്നത്. വെള്ളത്തിലേക്ക് വരുമ്പോൾ വെള്ളത്തിലേക്ക് ഊർന്ന് വരാനുള്ള, സ്ലൈഡ് ചെയ്ത് വരാനുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിമനോഹരമായ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയ കാര്യം. അത് സ്വിമ്മിംഗ് പൂളിന് അവർ ക്ലോറിൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അവർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളാണെങ്കിൽ കുട്ടികൾക്കുള്ള ചെറിയ പൂളും വലിയ ആൾക്കാർക്കുള്ള വലിയ പൂളുമാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള പൂളിലാണെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 അടി താത്തം ഏകദേശമില്ല. വലിയ ആൾക്കാരുടെ ആണെങ്കിൽ ഏകദേശം 5 അടി താത്തമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്ത് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ എത്ര ശുദ്ധമായി നിൽക്കുന്നത്. ഫിൽട്രേഷൻ ഡെയിലി അവർ നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് യാതൊരു പ്രശ്നവും കാര്യമില്ല. ഇത് ഇവരുടെ നമ്മുടെ ഗ്രില്ല് ഏരിയ ആണ്. ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്യാം, നമുക്ക് ചുറ്റും ഇരുന്ന് വർത്താനം പറയാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഗെയിംസ് കളിക്കാം. അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനും ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുറത്തേക്കൊക്കെ ഇറങ്ങിയതിന് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും മഴയൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. മഴയൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര ചേഞ്ച് ആയി. ഇത് അവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ്. നമുക്ക് രാവിലെ ആയപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിട്ട് നിറച്ച് കോട മഞ്ഞ്, ചെറിയ ഒരു ചാറ്റൽ മഴയും കൂടെ കൂടി പെയ്തപ്പോഴേക്ക് ക്ലൈമറ്റൊക്കെ മൊത്തം മാറി. നല്ല തണുപ്പും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല കോടയും ചെറിയ കാറ്റും എല്ലാം നമുക്ക് നല്ലൊരു തരത്തിലുള്ളൊരു ഫീലിങ്സ് ആണോ തരുന്നത്. നമ്മളെല്ലാവരും ഇതേപോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ക്ലൈമറ്റിലും ഇവിടെ നമുക്ക് എൻജോയ്മെൻറ്റിലും തണുപ്പ്, മഞ്ഞ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളെല്ലാവരും ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഒരു തവണയെങ്കിലും വന്ന് നോക്കാം.